ടേൺ അബൌട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ടേൺ അബൌട്ട്. പണ്ട് ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത് 3 പോയിന്റ് ടേൺ എന്നാണ്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരത് മാറ്റി. കാരണം 3 കൂടുതൽ നമുക്ക് ഓപ്ഷൻസ് മുമ്പോട്ടും പുറകോട്ടും വണ്ടി മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ, എത്ര പ്രാവശ്യം വേണമെങ്കിലും മുമ്പോട്ടും പുറകോട്ടും പോവാം. സോ അതുകൊണ്ടാണ് 3 പോയിന്റ് ടേൺ എന്നൊരു പേര് മാറ്റി അവർ ടേൺ അബൌട്ട് എന്നൊരു പേരാക്കി മാറ്റിയിരിക്കുന്നത്. സോ ഇതിൽ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ മൂവിംഗ് ഓഫ് പ്രൊസീജിയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ചില റോഡുകൾ ലെവൽ സർഫസ് ആയിരിക്കും, ചില റോഡുകൾ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഈ ഒരു ഷേപ്പിലായിരിക്കും ചില റോഡുകൾ ടാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ലെവൽ സർഫസ് ആണെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടയ്ക്ക് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. അതേസമയം നമ്മൾ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്ത് അവിടെ ആ റോഡിന്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തി കഴിയുമ്പോഴത്തേക്കും റിവേഴ്സ് എടുക്കുന്നതിന് മുന്നേ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ യൂസ് ചെയ്തോണം. അതിൽ നമ്മൾ നാണിക്കേണ്ട കാര്യമില്ല. ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ഫെയിൽ ആകുകയും ചെയ്യും. അതിനുശേഷം സേഫായിട്ട് വണ്ടി എടുക്കുക. വണ്ടി മുമ്പോട്ട് എടുക്കലും പുറകേക്ക് എടുക്കുമ്പോൾ റോഡിന്റെ 2 സൈഡിലും കർബുകൾ ഉണ്ടാവും. ഫ്രണ്ടിലും ബാക്കിലും ഒരിക്കലും നമ്മുടെ ടയർ മുട്ടാൻ പാടില്ല. അങ്ങനെ മുട്ടിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫെയിൽ ആകും. മുട്ടാതെ തന്നെ വേണം എടുക്കാനായിട്ട്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഡ്രൈവിംഗിൽ എക്സാമിനർ നമ്മളോട് പുള്ളിൻ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിറർ നോക്കി ഇൻഡിക്കേറ്റ് ചെയ്ത് വണ്ടി സേഫ് ഡിസ്റ്റൻസിൽ കർബ് ചെയ്ത് മാറ്റി വണ്ടി നിർത്തുന്നു. ഇനി അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സെക്യൂർ ദ വെഹിക്കിൾ, ഹാൻഡ് ബ്രേക്ക് ഇടുക, പാർക്കിങ്ങിലേക്ക് ഇടുന്നു, അല്ലെങ്കിൽ ലോട്ടിലിടുന്നു. മാനുവൽ കാറാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇങ്ങനെ വണ്ടി നിർത്തി. ഇനിയാണ് നമ്മൾ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ 3 പോയിന്റ് ടേൺ. ഈ ഒരു റോഡിൽ 3 പോയിന്റ് ടേൺ നമുക്ക് 3 പോയിന്റ് ടേൺ തന്നെ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പോയിന്റ് ടേൺ അല്ല, ടേൺ അബൌട്ട് എന്നാണ് ഇത് പറയുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് 3 മാനുവറിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, 3 കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 5 ടേൺ എടുത്തോ, അതിനൊന്നും ഒരു കുഴപ്പമുള്ള കേസല്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയർ വ്യൂ മിറർ നോക്കുന്നു. അതിനുശേഷം നമ്മൾ ഇൻഡിക്കേഷൻ, കാരണം നമ്മൾ ടേൺ അബൌട്ട് ചെയ്യാൻ പോലെ റൈറ്റ് സൈഡിലേക്കാണ് ആദ്യം വണ്ടി മൂവ് ചെയ്യുന്നത്. സോ റിയർ വ്യൂ മിറർ സേഫ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുന്നു, മിറേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു, ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുന്നു, ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി ഇടുന്നു. മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി മിറേഴ്സ് ചെക്ക് ചെയ്യുന്നു. നമ്മൾ വണ്ടി സ്ലോലി ഈ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിയറിംഗിന്റെ മാനുവർ വരാനായിട്ട്. നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡ്രൈ സ്റ്റിയറിംഗ് ചെയ്യാൻ പാടില്ല. ഡ്രൈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് വണ്ടി മൂവ് ആവാതെ സ്റ്റിയറിംഗ് മാത്രം നമ്മൾ ടേൺ ചെയ്യുന്നതാണ് ഡ്രൈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ സ്റ്റിയറിംഗ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി വണ്ടിയും മൂവിങ്ങിലായിരിക്കണം. നമ്മളിങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി വണ്ടി അവിടെ ഫ്രണ്ടിൽ നിർത്തുമ്പോഴത്തേക്കും കർബില് വീൽ ഒരിക്കലും ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അവിടെ കൊണ്ടുപോയി നിർത്തി. അവിടുന്ന് ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, നമ്മളത് നോക്കുന്നു. യെസ്, ആ ഒരു വണ്ടി അവിടെ നിർത്തി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നമ്മൾ ബാക്കിലേക്ക് നോക്കുന്നു, ആരും നടക്കുന്നൊന്നുമില്ല. റിവേഴ്സ് ഗിയർ ഇട്ടു. സോ ബാക്കിലേക്ക് നോക്കിയതിന് ശേഷം വേണം റിവേഴ്സ് ഇടാനായിട്ട്. നമ്മൾ സ്ലോലി വണ്ടി ബാക്കിലേക്ക് ഇതുപോലെ കൊണ്ടുവരുന്നു, ബാക്കിലേക്ക് നോക്കിക്കൊണ്ടുവരുന്നു. കർബിൽ ഇടിക്കാതെ വണ്ടി നിർത്തുന്നു, ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കുന്നു. അതിനുശേഷം വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നോക്കി ബ്ലൈൻഡ് സ്പോട്ട് നോക്കി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, ഡ്രൈവ് മോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഡ്രൈ സ്റ്റിയറിംഗ് ചെയ്യരുത്. നമ്മൾ സ്റ്റിയറിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും മൂവിങ് ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ കർബിൽ ഇടിക്കാതെ വണ്ടി പോകുന്നത് എനിക്ക് കോൺഫിഡൻ്റ് ആണ്. ബട്ട് നമ്മൾ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേണോട് എടുക്കാൻ മടിക്കേണ്ട. ബാക്കിലേക്ക് നോക്കി റിവേഴ്സ് ഗിയർ അതിന് ശേഷം ഇട്ടു. അതിനുശേഷം നമ്മൾ റിവേഴ്സ് എടുക്കുന്നു. ബാക്കിലേക്ക് നോക്കിക്കൊണ്ട് വേണം പെഡസ്ട്രിയൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ. നമ്മൾ ആവശ്യത്തിന് ബാക്കിലേക്ക് എടുക്കുന്നു. ഒന്നുകൂടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളെല്ലാം നോക്കി റൈറ്റ് ഇൻഡിക്കേറ്റർ വീണ്ടും ഇടുന്നു, ഡ്രൈവ് ഇടുന്നു, പോകുന്നു. ഇതാണ് ഒരു ടേൺ അബൌട്ട്. ഞാനിപ്പം 5 ചാൻസസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ലീഗലി അലൗഡ് ആണ്. 3 ടേൺ കൊണ്ട് നിർത്തേണ്ട കാര്യമില്ല.